ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മുതൽ പുതിയൊരു ചലഞ്ച് തുടങ്ങുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് DIY ഓർഗനൈസേഴ്സ്, സ്കൂൾ സപ്ലൈസ്, സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബുക്ക് ഹോൾഡറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പറയാം, അതിനുശേഷം ഈ ചലഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിലിപ്പോൾ 2 ടൈപ്പ് ബുക്ക് ഹോൾഡർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് രണ്ടും ഇതേപോലെ കഴിഞ്ഞ വർഷം സ്കൂൾ തുറക്കണേക്കാളും മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ്. അന്ന് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് തൊട്ട് ഞാനത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ബുക്ക് ഹോൾഡർ ഉള്ള കാരണം ഞാൻ വേറെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിതിൽ ഏത് ബുക്ക് ഹോൾഡർ ആണോ ഇഷ്ടപ്പെട്ടത് അത് ഒരെണ്ണം ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ കവർ ചെയ്തെടുത്തൊക്കെ ഒന്ന് മുഷിഞ്ഞിട്ടുണ്ട്, അതൊന്ന് മാറ്റി ഒന്ന് പുത്തനാക്കി എടുക്കാൻ പോവാണ്. ഇതിലാദ്യം കാണുന്ന ബുക്ക് ഹോൾഡർ ഈ ഫ്രൈ പാനൊക്കെ വാങ്ങില്ലേ, അങ്ങനെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത്. ഇത്രയും നാളായിട്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബുക്ക് ഹോൾഡർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തുണികളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സിലെ സാരി ബോക്സ്, അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി അങ്ങനത്തെ ബോക്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാനത് ഉപയോഗിക്കുന്നതാണ്. ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ബുക്ക് ഹോൾഡർ ഉണ്ടാക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളിത് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനിതൊരു ബ്ലാക്ക് കളറിലാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. ഒരു ബ്ലാക്ക് തീമിലാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ സ്റ്റഡി ടേബിൾ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അവസാനം ഇതെല്ലാം വെച്ചിട്ട് ഒരു ഓർഗനൈസിങ് വീഡിയോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ താല്പര്യമുള്ളതെന്നൊക്കെ ഈ വീഡിയോയുടെ താഴെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ, അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിത് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗത്തും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബുക്ക് ഹോൾഡർ നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തവരുണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ബുക്സ് നമുക്ക് വെക്കാനായിട്ട് പറ്റുന്ന നാശമായി പോവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് തൊട്ടേ ഈ സെയിം ബുക്ക് ഹോൾഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.